അതെ, പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുന്നു. അമേരിക്ക ശക്തമായി ഇറാനെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്നാൽ തങ്ങളാലാവുന്ന വിധമെല്ലാം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ, അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾ UAE വിവിധ രാജ്യങ്ങളിലായി അത് വിഘടിച്ചു കിടക്കുന്നു. ആ കേന്ദ്രങ്ങളിലൊക്കെയാണ് ഇറാൻ ആക്രമിക്കാൻ കഴിയുക. സ്വാഭാവികമായും ആ പ്രദേശങ്ങൾക്കും അവരുടെ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ യുദ്ധ അന്തരീക്ഷം തന്നെ പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ആക്രമണം. ഇത് എന്ന് അവസാനിക്കും എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ പ്രജിത് മോഹൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ധനത്തിൻ്റെ ലഭ്യത മറ്റു രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഇന്ധന ഉറവിടമാണ് ഗൾഫ് മേഖല, അവിടെ ഉണ്ടാകുന്ന ഈ യുദ്ധ സാഹചര്യം ഇന്ധനത്തിൻ്റെ ലഭ്യതയെ, അതിൻ്റെ കൊടുക്കൽ വാങ്ങലിനെ ഒക്കെ തന്നെ അത് വളരെയധികം ബാധിക്കും. മറ്റു രാജ്യങ്ങളെയൊക്കെ അത് ബാധിക്കും. ഇന്ധനത്തിൻ്റെ ലഭ്യതക്കുറവ് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. ഇന്ധനത്തിൻ്റെ വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന പശ്ചിമേഷ്യയിലെ ഈ സാഹചര്യം ലോകത്തൊന്നാകെ അത് പല വിധത്തിൽ ബാധിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വീണ്ടും നോക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് ലോകരാജ്യങ്ങളെ പല വിധത്തിലായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഇറാന്റെ പ്രത്യാക്രമണം, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ പ്രത്യാക്രമണം. പക്ഷേ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണം അത് UAE മറ്റു രാജ്യങ്ങളെയൊക്കെ ബാധിക്കുകയാണ്. ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ യുദ്ധം നിർത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ US-ഉം ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആക്രമണം എന്നൊക്കെ പറയാമെങ്കിലും ഇത് ബാധിക്കുന്നത് UAE വിവിധ രാജ്യങ്ങളെ ഇത് ബാധിക്കുകയാണ്. പ്രത്യേകിച്ചും ഇറാന്റെ പ്രത്യാക്രമണം, അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള കേന്ദ്രങ്ങളിലെല്ലാം നടത്തുന്ന ആക്രമണം UAE മറ്റ് രാജ്യങ്ങളെയൊക്കെ ബാധിക്കുന്നു. അതുകൊണ്ട് ഖത്തർ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴേ ആവശ്യപ്പെടാൻ പോവുകയാണ്. അവർ തമ്മിലുള്ള ആവശ്യം മുന്നോട്ട് വരികയാണ്. യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള മുറവിളി ലോകരാജ്യങ്ങളിൽ നിന്ന് ഉയരുകയാണ്. നമുക്കറിയാം, ഒരു യുദ്ധം ഉണ്ടാക്കി വെക്കുന്ന നാശനഷ്ടം പറഞ്ഞാൽ അത് വിവരിച്ചാൽ തീരുന്നതല്ല. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരും മണിക്കൂറുകളിൽ. അങ്ങനെ തന്നെയല്ലേ ഐസൺ ജോസ്? തീർച്ചയായും ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഈ സംഘർഷം ഒഴിവാക്കണമെന്ന നിലപാട് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം തന്നെ നടന്നതിന് ശേഷം പ്രതികാരമായി അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി എന്നോണം ഇറാൻ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് പശ്ചിമേഷ്യ തങ്ങളുടെ, അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയായിരുന്നു. പക്ഷേ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതോടുകൂടി ആ സൈനിക കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രമല്ല നിന്നത് ആക്രമണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായി മാറിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലും ഇറാനും സ്വാഭാവികമായും ഇറാനെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയും തമ്മിലുള്ള ഒരു വിഷയം, ഉൾപ്പെട്ട ഒരു വിഷയം, നേരിട്ട് ഇസ്രായേലും ഇറാനും നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിലുള്ള ഇടപെടലിൽ കൃത്യമായ പരിധികൾ നിശ്ചയിച്ച് ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖത്തറിലെ ഒരു അറബ് സിറ്റിസനെ അല്ലെങ്കിൽ ഒരു ഖത്തറിലെ പൗരനെ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിലെ പൗരൻ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്നത്, വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ തമ്മിൽ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ
അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഖത്തറിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആ ഒരു സാഹചര്യത്തിൽ ലോകത്തെ മുഴുവൻ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾക്ക് ലക്ഷ്യമിടുമ്പോൾ സ്വാഭാവികമായും പരിസരത്തുള്ള മറ്റ് രാജ്യങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയ വെല്ലുവിളികളിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും അത് വലിയൊരു ആഘാതം തന്നെയാണ് ഈ യുദ്ധം കൊണ്ടുവരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചില നിലപാടുകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് പോലും ചില കടുത്ത നടപടികളും കടുത്ത തീരുമാനങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യ ഈ ആക്രമണത്തെ എതിർക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും സെർജി ലാവ്റോവും അബ്ബാസ് അറാഖിയും ടെലിഫോണിൽ സംസാരിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, റഷ്യയുമായി അമേരിക്ക അത്ര ചർച്ചയിലല്ല പോകുന്നത്. സ്വാഭാവികമായും റഷ്യ, അതുപോലെ തന്നെ ചൈന എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് ഇറാനോടാണ്. ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് വൻതോതിൽ ചൈന തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ നിലപാട് ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ അപലപിക്കുന്ന നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രകോപനമില്ലാതെ ഒരു അതിക്രമമാണ് നടന്നത് എന്നാണ് ലാവ്റോവ് അബ്ബാസ് അറാഖ്ചി സംഭാഷണത്തിൽ നിലപാടുകളായി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ചില നിഗമനങ്ങളും പുറത്തു വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അബ്ബാസ് അറാഖ്ചി പറയുന്നത് ഈ ആണവ ചർച്ചകൾ സമാധാനപരമായ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം സംഘർഷത്തിലേക്ക് കൊണ്ടുപോയി എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പല അറബ് രാജ്യങ്ങളിൽ, ഈ നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ വിന്യസിക്കപ്പെട്ട അറബ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി കൃത്യമായ ആശയവിനിമയം അബ്ബാസ് അറാഖ്ചി നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ റഷ്യയുടെ ഇടപാടൽ, അതായത് റഷ്യ ഈ വിഷയത്തിൽ ഇടപെട്ട് UN സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗം എന്ന നിലയിൽ റഷ്യയുടെ ഇടപെടൽ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു നീക്കം നടത്താൻ തയ്യാറാണ്, നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇടപെടൽ നടത്താൻ തയ്യാറാണ് എന്ന നിലപാടും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായ സംഭവങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഒരു മേലധികാരി നൽകിയ ചില വിവരങ്ങളാണ്. അദ്ദേഹം ഈ ആക്രമണം സംബന്ധിച്ച് ചില വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെ കൃത്യമായും ലക്ഷ്യമിടുന്നുണ്ട് എങ്കിൽ കൂടി പ്രായോഗികമായി അവിടെ ആക്രമണം നടത്താനോ അല്ലെങ്കിൽ അത് തകർക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഇറാനില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘാതം അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക്, പശ്ചിമേഷ്യയിലെ സൈനിക സംവിധാനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദ്.